പറ്റിയിട്ടുള്ള സിനിമ ഞങ്ങൾ നാട് നന്നാക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞത് തെറ്റാണ്. ഈ അവാർഡിന് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെയും ഉദ്ദേശം പണം തന്നെയാണ്. അവരുടെ പടം 100 ദിവസം ഓടുമ്പോൾ പറയും തിയേറ്ററിൽ പോയിട്ട് അയ്യോ ഞങ്ങളുടെ പടം 100 ദിവസം ഓടണ്ട എന്നാരും പറയില്ലല്ലോ. ഈ വ്യക്തികൾക്കെതിരെ വന്നിരുന്ന ആരോപണം എന്നതിലുപരിയായിട്ട് ഈ സംഘടന എന്നുള്ള തലത്തിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ചയൊക്കെ സംഭവിച്ചായി കരുതുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു, അതിൽ പിന്നീട് നടപടി എടുത്തില്ല എന്ന് സംഘടനാ തലത്തിലുള്ള ആളുകൾ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു പ്രശ്നമല്ലേ? അത് അങ്ങനെ അല്ല, അത് സംഘടന എന്നുള്ള രീതിയിൽ ആ സംഘടനയ്ക്ക് ആ സമയത്ത് പറ്റിയ വീഴ്ച തന്നെയാണ്. അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാരോ അവർ ശരിയാൻ വന്നത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു മെയിൽ വന്നതിന് മറുപടി അയക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 2006 നടന്ന ആ ശ്രീദേവികയുടെ ഒരു സംഭവം എനിക്കറിയാം. ആ കുട്ടി എനിക്ക് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങോട്ട് മറുപടി അയച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇതിലൊന്നുമില്ല, ഭരണസമിതിയിലൊന്നുമില്ല, സൗഹൃദത്തിൻ്റെ പേരിൽ അയച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും അന്നത്തെ സംഘടന കൈക്കൊണ്ടിട്ടില്ല. റെസ്പോൺസിബിലിറ്റി കാണിക്കാതിരിക്കുന്ന സമയത്ത് പരാതിപ്പെടുന്നവർക്ക് അതൊരു തെറ്റായ മെസ്സേജ് നൽകില്ലേ, ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നിയിരിക്കാം. പക്ഷേ ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മെയിലിന് പോലും മറുപടി അയക്കാതെ പോയില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ചെറുപ്പക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം സരയു അല്ലെങ്കിൽ അനന്യ, പിന്നെ വിനു മോഹൻ, നമ്മുടെ അൻഷിബ, ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ, പ്രസ് റിലീസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോയിരുന്നു. അല്ലാണ്ട് ഒരു വൺ മാൻ ഷോ അല്ലത്. അങ്ങനെ കരുതുന്നുണ്ട്. വൺ മാൻ ഷോയുടെ കാലം കഴിഞ്ഞു. ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം എന്താ പറയുക, അമ്മ ഇടപെട്ട രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു തോന്നിയിട്ടുള്ളൂ. കാരണം ആ കേസാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അല്ല, അതിലൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ അതിന് എതിർത്ത ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. എൻ്റെ നിലപാടുകൾ അതായിരുന്നു. WCCക്കാർ പുറത്തു പോയി, ഞാൻ പുറത്തു പോയില്ല. കാരണം എനിക്കറിയാം, പുറത്തു പോയാൽ ഫൈറ്റ് ചെയ്യുന്നതിന് ശക്തി കുറയും, അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടും. ഇപ്പോഴും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാടും. ടോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിനി ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ സംബന്ധിച്ചോളം ഒരു പോസിറ്റീവായ കാര്യമായിട്ട് തന്നെ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? പോസിറ്റീവാണ് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇത് കുറെ കൂടെ ട്രാൻസ്പെറൻ്റ് ആവുന്നു, ഡിസിപ്ലിൻഡ് ആവുന്നു, സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടമാകുന്നു എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നില്ലേ? നല്ല കാര്യമല്ലേ? ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി മാറും മലയാള സിനിമ ഇങ്ങനെ പോവുകയാണ്. കാരണം പുതിയ കുട്ടികളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പഴയ കാലത്ത് സിനിമയിൽ വന്നത് ദാരിദ്ര്യം കൊണ്ടാണ് പലരും. അന്ന് ഹിസ്റ്ററി നോക്കിയാൽ മതി. കോടമ്പക്കത്തേക്ക് കൊണ്ടുപോകുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയും നൃത്തം ഒക്കെ പഠിച്ച് പാട്ടൊക്കെ പാടാൻ പഠിച്ച് പോകുന്നു, വയറ്റിപ്പഴപ്പോട്ട് പോകുന്നതാണ്. അത് കുറ്റം പറയാൻ പറ്റില്ല. അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻ അതായിരുന്നു. ഇന്നത് മാറി. ഇന്നിപ്പോൾ സിനിമാനടി ആവാൻ പറ്റിയില്ലെങ്കിൽ മറ്റെന്തൊക്കെ തൊഴിലുകളുണ്ട് സ്ത്രീകൾക്ക്. അതുകൊണ്ട് അതൊരു കാലം മാറി. ആ മാറ്റം ഇതിലുണ്ടായിരുന്ന പഴയ ആളുകൾക്ക് മനസ്സിലാവാതെ പോയതാണോ? പഴയ ആൾക്കാർ അവിടെ തന്നെ നിന്നു, പഴമയിൽ തന്നെ അഭിരമിച്ചു. അതാണ്ടായത്. അവരെ കണ്ണു തുറപ്പിക്കുന്നതാണ്. അവരെ കണ്ണു തുറന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ സീൻ മാറിയില്ലേ? സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, നല്ലതും ചീത്തയും ഒക്കെ വലിയൊരു ഘടകമാണ്. ഇപ്പം ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഭയമുണ്ട്. പൊതുവെ സിനിമയിലേക്ക് വരാൻ ഇങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. ഒരു ഭയമില്ല. ഇപ്പം എനിക്ക് പരിചയമുള്ള കുട്ടികൾ, എത്ര കുട്ടികൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, തൻ്റെ ഇടമുള്ള കുട്ടികളാണ്. എടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാൻ കഴിയുന്ന കുട്ടികളാണ് ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ അധികം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടെ അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ അച്ഛൻ, അമ്മ, അനിയൻ, ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുക. കാരണം അറിയാലോ, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ബോൾഡായിട്ട് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾ എത്രയോ എനിക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഈ അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ചോദിച്ച സമയത്തോടെ നട ഉപകാരികൾക്ക് പെരുമാറിയെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ സംഘടനയിൽ ചേരാൻ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ലാതെ തന്നെ പറ്റുന്ന കാര്യമല്ലേ? അല്ല, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു ആരോപണങ്ങളാണ്. എനിക്കറിയില്ല. ഞാൻ സംഘടനയിൽ ചേർന്നത് ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നുമല്ല. ഞാൻ 4 ഗഡുക്കളായിട്ട് പൈസ കൊടുത്തതന്നെ. പൈസ ഇല്ലാത്തവർക്ക് മറ്റു ബാധ്യതകളുണ്ട്. അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മൾ ശക്തിയുക്തം ആവശ്യപ്പെട്ടിട്ട് എല്ലാവരും സമ്മതിച്ചു. അതായത് നമ്മളിതിൽ അഭിനയിക്കുന്ന പലർക്കും സാമ്പത്തികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന വലിയ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്നാലോ ഞങ്ങളുടെ സംഘടനയിൽ വരണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയാവും മെമ്പർഷിപ്പ്. അപ്പം 4 ഗഡുക്കൾ ആക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുതിയ ചില ആൾക്കാർ പേര് ഞാൻ പറയുന്നില്ല, നമ്മൾ അവർക്കൊക്കെ അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്.
ഉദ്ദേശിക്കുന്നത് അതും വേണമെന്നില്ല, മറ്റു ചില ഉപാധികൾ മതി. ഞാൻ എനിക്കറിയില്ല, ഞാനതിൻ്റെ ആളല്ല. എന്തായാലും ചില ആരോപണങ്ങളെ നമ്മളിപ്പം പുറത്തു വന്നത് കേസാവണം, അതിന്റെ തെളിവുകൾ വേണം, പക്ഷേ അത് ഭയങ്കര അതിക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നൊക്കെയാണ്. മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ അടച്ചിട്ട രീതിയിൽ അവിടെ ആക്രമിച്ചു. അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ സാഹചര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നില്ല സാഹചര്യം, അല്ലേ? ഇപ്പം വീടുകളിൽ തന്നെ നമ്മൾ ഭയങ്കര സുരക്ഷിതരാണോ? എത്ര കഥകൾ വരുന്നു. സ്വന്തം വീടുകളിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളെ പറ്റി കഥകൾ പത്രത്തിൽ വരുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് ഭയങ്കര സുരക്ഷിതമാണ് നമ്മൾ വിചാരിക്കും. സുരക്ഷിതമല്ല. ബന്ധുക്കൾ തന്നെയാണ് പലപ്പോഴും ഈ പീഡനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഒരിടവും സുരക്ഷിതമല്ല. നമ്മൾ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവനവൻ ബോധവാനാകാന്നുള്ളൂ. ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന ആൾക്കാർ, ഇപ്പം എന്തൊരു ഡോക്ടറെ വരെ കയറി കുത്തിക്കൊല്ലുന്ന കാലം അത്. ട്രെയിനിലെ TTRനെ പിടിച്ച് തള്ളിയിട്ട് കൊന്നില്ലേ? ആലോചിച്ച് നോക്ക്. അപ്പോൾ സുരക്ഷിതരാണ് നമ്മൾ ധരിക്കുന്നത്, ഒരിടവും സുരക്ഷിതമല്ല. പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ പ്രൊഡ്യൂസറായ സംവിധായകൻ അത്ര സിനിമ മേഖലയിലുള്ള ആളുകളൊക്കെ ഇൻഡിവിജ്വലി ഒക്കെ കാണേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അതൊരു സുരക്ഷിതത്വ ബോധം, ഒരു അരക്ഷിതമായ സാഹചര്യം ഉണ്ടോ? അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി വരുന്ന, നിങ്ങൾ പറഞ്ഞ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവും. മനസ്സിലായോ? അല്ലേ? ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാരല്ലേ എല്ലാവരും. ചോറല്ലേ നിന്ന്